പ്രൈസ് ദി ലോർഡ്. ആമേൻ. 14:7 വായിച്ചേ. യെസ്. സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നുവെങ്കിൽ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വരണം. ഹല്ലേലൂയ. ഇസ്രായേലിന് രക്ഷ എവിടെ നിന്നാണ് വരുന്നത്? ഇന്ന് നമുക്കറിയാം, സഭ ആരാധനകൾ മുടക്കി, ഹല്ലേലൂയ, ആമേൻ ആമേൻ, ആരാധനകൾ, ഉപവാസ പ്രാർത്ഥനകൾ മുടക്കി പണത്തിനു വേണ്ടി ഓടുന്നവരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, സമ്പത്തിനു വേണ്ടി. ഹല്ലേലൂയ. നമ്മളിലൂടെ ഇരിക്കുന്ന പലരെയും ഞാൻ നിങ്ങളെ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കരങ്ങളിൽ ആകെ തുച്ഛമായതേ ഉള്ളൂ. നിങ്ങൾ അതുകൊണ്ട് വളരെ ബന്ധപ്പെട്ട് ആരാധിക്കുന്ന കൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും വരത്തില്ല കേട്ടോ. നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലും കാണും, നിങ്ങൾ നിത്യതയിൽ വസിക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ ആമേൻ, സ്തോത്രം ചെയ്യുന്നു. സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നു എങ്കിൽ, വായിക്കാം, യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ആരാണ് ദൈവജനത്തിൻ്റെ സ്ഥിതി മാറ്റുന്നത്? യഹോവ. യഹോവയ്ക്ക് മാത്രമേ ഇവിടെ നിൽക്കുന്ന എന്നെ ഉൾപ്പെടെ സ്ഥിതി മാറ്റുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ ആമേൻ, സ്തോത്രം. പല ആമേൻ ആരാധന സ്ഥലങ്ങളിലും പലരുടെയും ശുശ്രൂഷ ഇങ്ങനെയാണ്. ഞാനത് ഹല്ലേലൂയ ആമേൻ പ്രസംഗിക്കുവാനായിട്ട് പല ചർച്ചുകളിലും പല ഭവനങ്ങളിലും ഒക്കെ പോകുമ്പോൾ പലരും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്: എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവെന്ന്. ഇവിടെ 1-2 പേര് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവിൻ്റെ ശുശ്രൂഷ ഇവിടെ ചെയ്യരുത്, ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യാവൂ. എൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ മനുഷ്യ ആത്മാവ്, ജഡത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ട. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യണം. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റാൻ സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വരിക തന്നെ ചെയ്യും. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളുടെ അകത്തോട്ടൊന്ന് ഇറങ്ങി വരുവാൻ ശരണപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഉള്ളറകളിലേക്ക് ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് പകരുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നു. എൻ്റെ ആത്മാവ് പ്രവചിക്കുന്നു, എൻ്റെ ആത്മാവ് നിന്നോട് ആലോചന പറയുന്നു എന്ന് പറയുന്ന ശുശ്രൂഷ, സഹോദര സഹോദരി, നീ കൂടരുത്. നീ വീട്ടിൽ പോലും ആ വ്യക്തിയെ കയറ്റരുത്. ആ വ്യക്തിയെ നിന്റെ ഭവനത്തിനകത്ത് അടുപ്പിക്കരുത്. ആ വ്യക്തിയുടെ ശുശ്രൂഷയെ നീ പങ്കെടുക്കരുത്. അത് പരിശുദ്ധാത്മാവല്ല, അത് മനുഷ്യാത്മാവ്, അത് വൈശാചിക ആത്മാവായി മാറുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വരുമ്പോൾ തന്റെ ജനത്തിന്റെ സ്ഥിതിയെ ദൈവം മാറ്റുക തന്നെ ചെയ്യും. അപ്പോൾ സിയോനിൽ നിന്ന് രക്ഷ വരുവാൻ ആർക്ക് രക്ഷയാണ്? ഇസ്രായേലിന് രക്ഷ വരുവാൻ പുറംപറമ്പിൽ കിടക്കുന്നവർക്കല്ല. ഇസ്രായേലായി വേർതിരിക്കപ്പെട്ട, ഇസ്രായേലായി തെരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റാൻ സിയോനിൽ നിന്ന് രക്ഷ വരാൻ പോകുന്നു. ആ രക്ഷകനെ വന്ന് കരം തട്ടി സ്തുതിച്ചാട്ടെ, ശക്തിയോടെ ആരാധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില വാഗ്ദത്തങ്ങളുടെ തലം ഇന്ന് കാല സഭയ്ക്കകത്ത് കർത്താവ് കൈമാറുമ്പോ, ജനത്തിൽ കൈമാറുമ്പോ, സഹോദര സഹോദരി ദൈവ മക്കളിൽ കൈമാറുമ്പോ എത്ര പേര് ഏറ്റെടുക്കും? നിന്റെ സ്ഥിതി മാറാൻ പോകുക. എല്ലാവരും ആരാധിച്ചോ. എല്ലാവരും ആരാധിച്ചോട്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റാൻ പോകുന്നു. ഇസ്രായേലിന്റെ സ്ഥിതി മാറ്റാൻ പോകുന്നു. നിന്റെ സ്ഥിതി മാറ്റാൻ പോകുന്നു. 2025 ഈ 9-ാം മാസത്തില് ഈ ഹല്ലേലൂയ ദിവസം നീ അനുഭവിച്ച ചില പ്രശ്നങ്ങൾക്ക് കൊണ്ട് നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോകുന്നു. തുടങ്ങിക്കോ. കയറി വാ. ഓ, പോരാ. ശക്തനാക്കുന്നവരുണ്ട്. നമ്മളെല്ലാം യേശുവിന്റെ നാമത്തിലാ, യേശുവിനെ സാദൃശ്യപ്പെടുത്തി വചനത്തിന്റെ മറവില നമ്മൾ മുമ്പോട്ട് കിടക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, ഇസ്രായേലിന്റെ സ്ഥിതിയെ ദൈവം മാറ്റം വരുത്തും. അത് എങ്ങനെയാ സ്ഥിതി മാറുന്നത് അറിയാമോ? സിയോനിൽ നിന്ന് രക്ഷ വന്നിട്ട് തന്റെ ജനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ആമേൻ. ഇന്ന് പകലിൽ ആത്മാവിനോട് പറയുന്നു, ഒന്നിലധികം ചില വ്യക്തികൾ പ്രവചന ആത്മാവിന്റെ ശുശ്രൂഷ ദൈവാത്മാവ് തരാൻ പോകുന്നു.
രഗനഘടകവന ഘടകം ദിവൽഖമാന ഘടകസ്തി ഉത്തമാ രഗനം വൈഡം മനകം രഗനം ഘടകം ദീവൽഖമനം വൈഡം മനകം മടകം മനോ രഗന ഘടകസ്തി റീവൽഖമാന വൈഡപ്രവിടിമാന ഘടകം ഓ രഗന ഘടകമന ദിവനം ഘടകം. എല്ലാവരും ആരാധിച്ചോ, എല്ലാവരും ആരാധിച്ചോ. തൻ്റെ ജനത്തിന്റെ സ്ഥിതിയെ ഈ ഹല്ലേലൂയ ആമേൻ വിശുദ്ധ ആരാധനയിൽ, ഈ സൺഡേ ആരാധനയിൽ ദൈവാത്മാവ് മാറ്റാൻ പോകുന്നു. ഓ അത് സിയോനിൽ നിന്ന് രക്ഷ തന്ന്, സിയോനിൽ നിന്ന് രക്ഷ തന്ന്, സിയോനിൽ നിന്ന് രക്ഷ തന്ന് തൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റി കർത്താവ് ദേശത്തിന്റെ നടുവിൽ, ഓ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ, സ്റ്റേറ്റുകളുടെ നാനാ ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ ദൈവത്തിനെ അയക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ രാജ്യങ്ങളുടെ നാനാ ഭാഗങ്ങളിൽ സ്ഥിതി മാറ്റി ദൈവം ചിലതിന് ശക്തിയോടെ ഉപയോഗിക്കാൻ പോകുന്നു. ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കപ്പെട്ട ആ ജനത്തിന്റെ അധരങ്ങൾ ചലിക്കട്ടെ, വായുകൾ തുറക്കട്ടെ, യേശുവിന്റെ നാമത്തിനാൽ അത് സംഭവിക്കട്ടെ. ലോ റീവലവൈഡം മനകം രഗനം ഘടകം ഉടമോ രഗന വൈഡേ റീവലവൈഡേ റീവൽഖമന ഹടക മനക രഗനം വൈഡം മനകം റിവനെ റീവലവൈഡേ റീവൽഖമനം ഘടകം വൈഡം മനകം ഉടമോ രഗന വൈഡേ ഓ രഗനം ഘടകം വൈഡം മനകം റിവനം ഘടകം. പരിശുദ്ധാത്മാവേ നന്ദി. ഓ ഹോ 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 പോരാ 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 പോരാ. ശക്തനാക്കുന്നവരുടെ വന്നിട്ടുണ്ട്, ശക്തനാക്കുന്നവരുടെ വന്നിട്ടുണ്ട്. എത്ര പ്രസന്റ് നീ ആരാധനയ്ക്ക് സ്ഥാനം കൊടുക്കുന്നു, ആ പ്രസന്റ് അനുസരിച്ച് വിടുതൽ നടക്കുക തന്നെ ചെയ്യും. ഓഹോ ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് യഹോവ സഹായിച്ചു, എന്നെ ഉയർത്തി, എൻ്റെ പേര് വലുതാക്കി, എന്നെ മാനിച്ചു. ഹല്ലേലൂയ. മകളെ നീ നല്ല പ്രാർത്ഥിച്ചോ. ദൈവാത്മാവിനോട് പറയുന്നു, നീ ദേശത്തിൻ്റെ ചില കുടിയിരിപ്പ് കഴിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മഹിമ നിന്റെ മേൽ ഇറങ്ങാൻ പോകുന്നു. ഓ റാഭസ്യാന. ഓരോ വ്യക്തികളോട് ദൈവാത്മാവ് പ്രവചിക്കുകയാണ്. ഓരോ വ്യക്തികളോട് അടുത്ത നിമിഷം നീ ഓപ്പറേഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഓപ്പറേഷത്തിന് വേണ്ടി, ഓപ്പറേഷൻ എനിക്ക് വേണമോ, എൻ്റെ ശരീരത്തിൽ കത്തി തൊടാതെ ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന സഹോദര സഹോദരി പ്രാർത്ഥിച്ചു കൊണ്ടിരി. ഇന്ന് പൽക്കാലം നിന്റെ അകതളത്തെ പ്രശ്നത്തെ കർത്താവ് എടുത്തു മാറ്റി നിന്നെ സ്വാതന്ത്ര്യത്തോടെ അയക്കാൻ. ഓ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കിയവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല, അവരുടെ മുഖമോ പ്രകാശിച്ചു. അവരുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വചനം പറയുന്നു, സിയോനിൽ നിന്ന് തന്റെ ജനത്തിന്റെ ഹല്ലേലൂയ സ്ഥിതി മാറ്റാൻ രക്ഷ അയക്കാൻ പോവുകയാണ്. ഒരു രക്ഷകനെ ഉള്ളൂ. ആ രക്ഷകരിൽ നിന്ന് രക്ഷ വന്ന് തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റി, തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റി ഭേദം വരുത്തി മാനിച്ചുയർത്തുവാൻ ഒരുവൻ വന്നിട്ടുണ്ട്. അവന്റെ പേര് യഹോവയാകുന്നു. അവനൊപ്പം പറയാൻ ആരുമില്ലേ, അവനെപ്പോൾ ആരാധ്യനില്ലേ, അവനൊപ്പം പറയാൻ ആരുമേയില്ലേ, അവനെപ്പോൾ ആരാധ്യനില്ലേ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ലേ, അവനെപ്പോൾ ആരാധ്യനില്ലേ, അവനൊപ്പം പറയാൻ ആരുമേയില്ലേ, അവനെപ്പോൾ ആരാധ്യനില്ലേ. തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറും. എപ്പോഴാണ് സ്ഥിതി മാറുന്നത്? ഇസ്രായേലിന് രക്ഷ. നമ്മളുടെ ലോട്ടറി എടുക്കുന്നവരുണ്ട്, ആരാധനകൾ പോകാതെ വണ്ണം ജോലിക്ക് പോകുന്നവരുണ്ട്. ഇവരുടെ എല്ലാം രക്ഷ ഭൂമിയിലേക്ക് തീർന്ന് തരിപ്പണമായി അടഞ്ഞ അധ്യായമാകുമ്പോൾ ആത്മാവിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം.
ഉള്ളത് കൊണ്ട് വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ചു ജീവിക്കുന്ന വൃത്തുത നിന്റെ പ്രതിഫലം വലുതാണ്. നിനക്കാണ് രക്ഷകൻ വെളിപ്പെടാൻ പോകുന്നത്. അതായത് നിനക്കാണ് രക്ഷകന്റെ രക്ഷ വരാൻ പോകുന്നത്. ഹല്ലേലൂയ. ഓ, പകലേ മറഞ്ഞിരുന്ന് ആരാധിച്ചിട്ട് രാത്രിയിൽ ഏലസ് കെട്ടാൻ പോകുന്ന രക്ഷയല്ല, മറ്റവന് കൂടപത്രം ചെയ്യാൻ പോകുന്ന രക്ഷയല്ല. അവന് ചെയ്യുന്നവന് ചെയ്യിപ്പിക്കുന്നവന് സ്വസ്ഥതയില്ലാത്ത നാൾ വരാൻ പോകുന്നു. ദൈവ മക്കൾക്ക് വിരോധമായി, ദൈവസഭകൾക്ക് വിരോധമായി, തന്റെ ജനത്തിന്റെ രക്ഷയ്ക്ക് വിരോധമായി ചെയ്യുന്നവന് സ്വസ്ഥതയില്ലാതെ വരാൻ പോകുന്നു. കാരണം എന്റെ ദൈവം മറഞ്ഞിരിക്കുന്നവനല്ലെന്ന് അവൻ മറനീക്കി വെളിപ്പെടുത്തുന്നവനാണ്. സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വായിക്കാം, താഴോട്ട് വായിക്കാം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം ഒന്ന് വായിച്ചാട്ടെ. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, ദൈവമക്കളോട് എതിർക്കുന്നവർ അനേകരാകുന്നു. ശത്രുവിന് ദൈവത്തിൽ നിന്ന്, ദൈവമക്കളോട് എതിർക്കുന്ന ശത്രുവിന് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് നിന്നെക്കുറിച്ച് പലരും പറയും. ദൈവമക്കളോട് എതിർക്കുന്ന ശത്രുവിന് രക്ഷയില്ല എന്ന് വേദപുസ്തകം പറയുമ്പോൾ പിന്നെ എന്തിനാണ് ശത്രു നിന്നോട് എതിർക്കുന്നത്? ശത്രു നിന്റെ നന്മയോട് എതിർക്കുന്നത്, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തോട് എതിർക്കുന്ന കാരണം എന്താണ്? ശത്രുവിന് ഒതുങ്ങുവാനും അടങ്ങുവാനും കഴിയുന്നില്ലയോ? ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം. പക്ഷേ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കോ വൃത്തുത, യഹോവയുടെ നാമത്തിൽ പറയുന്നു, നിനക്ക് രക്ഷയില്ല. ശത്രുവേ, നിനക്ക് രക്ഷയില്ല. നിന്റെ രക്ഷ ഭൂമിയിലേക്ക് തീരാൻ പോകുന്നു, അതോ പാതാളത്തിലേക്ക് പോകാൻ പോകുന്നു. ഓ, ദൈവമക്കളുടെ രക്ഷ കത്തുന്ന വിളക്ക് പോലെ. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്ക്. ദൈവമക്കളുടെ രക്ഷ കത്തുന്ന വിളക്ക് പോലെ, അതൊരു ദീപം പോലെ തെളിഞ്ഞു വരാൻ പോകുന്നു. അത് തെളിവായി വെളിവായി വെളിപ്പെട്ട് വരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തെ ശക്തിയോടെ ആരാധിച്ചാട്ട് ഈ കാലം ദൈവമക്കളെ നിനക്ക് പറയാനുണ്ട്, ശത്രുവിന് നിന്നോട് പകയുണ്ടാകാൻ, പക്ഷേ നിന്നോട് എതിർത്ത് കയറാൻ അവൻ ഒരിക്കലും കഴിയത്തില്ല. കാരണം അവൻ നിനക്കും താഴെയാണ്. ശത്രു നിനക്ക് താഴെയാണ്, അവൻ നിന്റെ കാഴ്ചകെട്ടിലാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര വണ്ണം എടുത്ത് വമ്പനാക്കാൻ നോക്കിയാലും നടക്കുകയില്ല. ഹല്ലേലൂയ, ആമേൻ. കൃപ ലഭിച്ചവർ പറയും, കൃപ ലഭിച്ചോർ നാം സ്തുതിച്ചിടുകോ, അതിനെ യോഗ്യൻ ക്രിസ്തുവത്രേ. കൃപ ലഭിച്ചോർ നാം സ്തുതിച്ചിടുകോ, അതിനെ യോഗ്യൻ ക്രിസ്തുവത്രേ. കൃപ ലഭിച്ചവർ പറയും, കൃപ ലഭിച്ചവർ നാം, കൃപ ലഭിച്ചവർ നാം. ക്രിസ്തുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല വിധത്തിന്റെ മേലെയും നീ കാൽ വയ്ക്കും. പാമ്പുകളെ മേലും ശത്രുവിന്റെ സകല ബലത്തിന്റെ മേലും നിന്റെ കാലെടുത്തു വയ്ക്കുവാൻ ദൈവം നിന്റെ കാലുകൾക്ക് അധികാരം തന്നു. ബാലസിംഹത്തെയും പേരും പാമ്പിനെയും മിതിക്കുവാൻ നിനക്ക് അധികാരം തന്നു. അധികാരം ലഭിക്കപ്പെട്ട ഭക്തന്മാർ ഉണ്ടെങ്കിൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക്. അധികാരത്തിന്റെ വാക്കുകൾ ഇന്ന് പൽക്കാലം ഒന്നുകൂടി പവറായി വെളിപ്പെടാൻ പോകുന്നു, ശക്തിയോടെ വെളിപ്പെടാൻ പോകുന്നു. ഓ, കൃപ ലഭിച്ചവർ ഉണ്ടെങ്കിൽ അതരങ്ങൾ ചലിക്കട്ടെ. വൈഡം അനകം രഗനം ഘടകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവാത്മാവിനോട് പ്രവചിക്കുവാൻ പറയുക, പ്രവചിക്കുവാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ആത്മാവിനോട് പറയുന്നു, ചില കുടുംബങ്ങളോട് പ്രവചന ആത്മാവിൽ ദൂത് കൈമാറാൻ പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ തലമേൽ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ വചനം പറയുമ്പോൾ ശത്രു തോറ്റവനായി, ശത്രു പരാജയപ്പെട്ടവനായി, ചെങ്കടലിന്റെ അതോ പാതാളത്തിലേക്ക് താഴ്ത്തി കളഞ്ഞവനായ ദൈവത്തിന്റെ കരത്താൽ, ആ വല്ലഭത്വത്തിന്റെ കരവർഷണത്താൽ ഇന്ന് വേൽക്കാലം ചില തലകളുടെ മേൽ, ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വീഴ്ന്നിട്ടുണ്ട്. ചില വ്യക്തികളുടെ മേൽ അഭിഷേകം വീഴ്ന്നിട്ടുണ്ട്. നീ ഇനി രക്ഷ പ്രാപിക്കത്തില്ല, നീ ഇനി നന്മ കാണത്തില്ല, നിന്റെ കുടുംബം ഗതി പിടിക്കത്തില്ല, നിന്റെ തലമുറ ഗതി പിടിക്കത്തില്ല, നിന്റെ തലമുറക്ക് ജോലി കിട്ടത്തില്ല, നിന്റെ തലമുറ നന്നായി പഠിക്കത്തില്ല, അവർ വിദേശത്ത് പോകത്തില്ല. അടച്ച അധ്യായങ്ങൾ ദൈവാത്മാവ് പൊട്ടിക്കുന്നു, ദൈവാത്മാവ് പൊട്ടിക്കുന്നു, ദൈവാത്മാവ് പൊട്ടിക്കുന്നു. വൃത്തുതാ, നിന്റെ ഭവനത്തിലേക്ക് ഒരു നദി ഒഴുകിയിട്ടുണ്ട്, ഒരു നദി ഒഴുകിയിട്ടുണ്ട്. അത് ഏതല്ലെന്ന് പുറപ്പെട്ട ആമേൻ നദിയാണ്, അത് ഏതല്ലെന്ന് പുറപ്പെട്ട നദിയാണ്. ഈ നദി ഒഴുകിയിട്ടുണ്ട്. ഇത് ചിലതിനെ തുറന്നു തരാൻ, ഇത് ചിലതിനെ പുറത്തെടുക്കാൻ, ചില വാഗ്ദത്തങ്ങളെ തുറക്കാൻ, ചില കുടുംബങ്ങളെ ദുരിതം മാറ്റാൻ, നിന്റെ തലമുറകളെ ദുരിതം മാറ്റാൻ, നിന്റെ കുടുംബനാഥന്റെ ദുരിതം മാറ്റാൻ, നിന്റെ കുടുംബനാഥന്റെ മദ്യപാനം മാറ്റാൻ, നിന്റെ ദാരിദ്ര്യം മാറ്റാൻ, നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഒരു നദി ഒഴുകിയിട്ടുണ്ട്. പ്രാവശ്യോ 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 ചിലരൊക്കെ ശക്തിയോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, ചിലരൊക്കെ പ്രാവശ്യകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, ചില നാവുകളൊക്കെ ചലിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, ചില ബന്ധനങ്ങളൊക്കെ അഴിയുന്നത് ഞാൻ കാണുന്നുണ്ട്, ചില ഇരുമ്പ് കോട്ടകൾ തകർന്ന കാഴ്ച ഞാൻ കാണുന്നു, ചില ജനക്കെതിരെ പറക്കി കൂട്ടിയ ചില കല്ലുകൾ ഉരുണ്ട് മാറുന്ന കാഴ്ച ഞാൻ കാണുന്നു. പോരാ 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 പോരാ, പ്രാവശ്യോ 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 പ്രാവശ്യോ. ഓ, ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനായിരിക്കും. വിടരുത്, നിർത്തണ്ട, നിർത്തണ്ട, കത്തട്ടെ, കത്തട്ടെ. ആത്മാവിന്റെ പന്തം തെളിയട്ടെ, ആത്മാവിന്റെ ദീപം തെളിയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഒന്ന് ഒന്ന് യേശു കർത്താവിന്റെ വരവില് ഞാൻ എടുക്കപ്പെടുമോ? എനിക്ക് അവനോട് എടുക്കപ്പെടണ്ടേ? ഒരു ന്യായ വിസ്താരം നടക്കും. അവൻ പറഞ്ഞു പോയില്ലേ, ഞാൻ പോയതുപോലെ വരും. എന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ, വിശുദ്ധ ഹല്ലേലൂയ ജനത്തെ ചേർക്കാൻ ഞാൻ വരുമെന്ന് പറഞ്ഞു പോയവൻ വീണ്ടും വരും. അവന്റെ വരവ് ആസന്നമായിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അവനോട് എടുക്കപ്പെടാൻ ഒരുങ്ങുന്ന സഹോദരനാണോ, സഹോദരിയാണോ? ഓ ഓ, നിർത്തരുത്, നിർത്തരുത്. പ്രാവശ്യോ പ്രാവശ്യോ പ്രാവശ്യോ. ആത്മാവിന്റെ ദീപം തെളിഞ്ഞിട്ടുണ്ട്, ആത്മാവിന്റെ പന്തം തെളിഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ദീപം തെളിഞ്ഞിട്ടുണ്ട്. പന്തം ദീപം ഇവിടെ കൊളുത്തുന്നുണ്ട്. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നു. അല്ല, കുടുംബങ്ങളുടെ മേലെ മാറാ വ്യാധികൾ, മാറാ വ്യാധികൾ, വിടാത്ത ചില രോഗങ്ങൾ, വിട്ടുമാറാത്ത ചില ബാധകൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ പൊട്ടിച്ചു മാറ്റുകയാ. ഓ, റീബൽ കമാനഗടകൾ ഖനാരി ഉടമാ രഗനം വൈഡേ സൽക്കോ റിയ മനയ ഹമനെ വൈഡേ മനഗ രഗനം. ഓ, റീബൽ കമന വൈഡേ മനഗ രഗനം, രഗനം വൈഡം മനകം റീബൽ കമനം വൈഡം മനകം രഗനം. ഉടമനകത്തുൽ കമന വൈഡേ. ഓ, മനഗ രഗനെ രഗനെ റീബൽ വൈഡേ റീബൽ കമനം ഘടകം വൈഡം. പ്രാവശ്യോ 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 പ്രാവശ്യോ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവന്റെ കരത്തിനിണങ്ങുന്ന ഒരായുധമാക്കി എന്നെ വാർത്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ പൽക്കാലം ഏൽപ്പിര്. ഓ, കത്തട്ടെ, കത്തട്ടെ. ഓ ഓ, അടങ്ങാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അടങ്ങാൻ പറ്റത്തില്ല. ഇതിനകത്ത് ദീപം തെളിഞ്ഞിട്ടുണ്ട്. ഓ, എണ്ണയില്ലാത്ത വിളക്കുകൾ കൊണ്ടുവന്ന കന്യകമാരെ നിങ്ങൾ തപ്പുന്നു. ഹല്ലേലൂയ, ആമേൻ. എണ്ണയുള്ള വിളക്കുകൾ എടുത്ത കന്യകമാരെ നിങ്ങൾ മണവാളനോട് എടുക്കപ്പെടും. പ്രാവശ്യോ 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 പ്രാവിക്ക് പ്രാവിക്ക്. ഓ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അടഞ്ഞതെല്ലാം തുറക്കട്ടെ, അടഞ്ഞതെല്ലാം തുറക്കട്ടെ. ആരാധനയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന ദുഷ്ടന്റെ ആധീനതകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ആലയം വിട്ട്, ജനത്തെ വിട്ട്, വാഗ്ദത്തങ്ങളെ വിട്ട്, പട്ടണങ്ങളെ വിട്ട്, പാതാളത്തിലേക്ക് വിട്ട്. ഓ ഓ, യെസ് 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 യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിങ്ങനെ
കൊട്ടുന്നിടത്ത് ചെന്നിരുന്ന് കൊട്ടിയച്ച് കോട്ടുവായും വിട്ടുകൊണ്ട് പോകുന്നിടത്ത് പോയി മടുത്തു കിടക്കുക. ദൈവം വിളിക്കപ്പെട്ട ചിലരുണ്ട് കേട്ടോ. ദൈവം വിളിക്കപ്പെട്ട നല്ല ഇടയന്മാരുണ്ട്. ആ ദാവീദിനെ പോലെ തെരഞ്ഞെടുത്ത നല്ല ഇടയന്മാരുണ്ട്. അല്ലെങ്കിൽ വിളിക്കപ്പെട്ട അബ്രഹാമാരുണ്ട്, വിളിക്കപ്പെട്ട യോസഫുമാരുണ്ട്, വിളിക്കപ്പെട്ട ഭക്തന്മാരുണ്ട്. അവിടേക്ക് നീ ഒന്ന് ചെന്നെത്താൻ നിന്നെ അനുവാദമില്ലാതെ വണ്ണോ നിന്നെ വിലങ്ങിട്ടിരിക്കുന്നല്ലേ, ആ വിലങ്ങുകൾ ഇന്ന് പൊട്ടി മാറുകയാണ്. ഓ രക്തം ചെയ്യും, വചനം ചെയ്യും, രക്തത്താലും വചനത്താലും രക്തത്താലും വചനത്താലും യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. ഓ രക്തം ചെയ്യും, വചനം ചെയ്യും, രക്തം ചെയ്യും, വചനം ചെയ്യും, രക്തത്താലും വചനത്താലും രക്തത്താലും വചനത്താലും. ചിലരൊക്കെ അഭിഷേകം പ്രാപിക്കുന്നുണ്ട്, ചിലരൊക്കെ കൃപാവരങ്ങൾ പ്രാപിക്കുന്നു. ദൈവാത്മാവ് എന്നോട് പറയുന്നു, കണ്ണിന് കാഴ്ച കുറവുള്ള ഒരു വ്യക്തിക്ക് കണ്ണിന്റെ കാഴ്ച ലഭിക്കാൻ പോകുന്നു. കണ്ണിന്റെ കാഴ്ച കുറവുള്ള ഒരു വ്യക്തിയുടെ കണ്ണുകളുടെ കാഴ്ച പവർ ഏറി വരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ചില ഡയബറ്റീസ് രോഗാത്മാവ് കർത്താവ് ഉരുക്കി കളയുന്നു. ഡയബറ്റീസ് രോഗാത്മാവ്, കൊളസ്ട്രോളിന്റെ രോഗാത്മാവ് ഉരുക്കി മാറ്റുന്നു. ലിവറിന്റെ രോഗങ്ങൾ അഴിഞ്ഞു മാറുന്നു. മണ്ടയ്ക്കകത്തുള്ള ചില രോഗാത്മാവിനെ കർത്താവ് പൂർണ്ണമായി അഴിച്ചു മാറുന്നു. ടോൺസിലിസ് ചില രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. തൈറോയ്ഡ് രോഗങ്ങൾ, ബ്ലഡിൽ മിസ്സായ ചില തൈറോയ്ഡിന്റെ രോഗത്തെ കർത്താവ് ശുദ്ധീകരിക്കുകയാണ്. ഏറ്റെടുത്തോ. ഓ ആര് പറഞ്ഞു സൗഖ്യം ലഭിക്കത്തില്ല എന്ന്? ഓ ഹല്ലേലൂയ പറഞ്ഞാട്ടെ, നല്ല രാമയം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിന്റെ കാലിൽ കമ്പിയും തടിയും ഒന്നും വച്ച് കെട്ടണ്ട. നിന്റെ അസ്ഥിയുടെ തേയ്മാനം കർത്താവ് മാറ്റാൻ പോകുന്നു. ഹല്ലേലൂയ. നിനക്ക് നടക്കാൻ കമ്പിയും തടിയും കാലും ഒന്നും ഹല്ലേലൂയ മറ്റുള്ളവരെ ആശ്രയം വേണ്ട. പരിശുദ്ധാത്മാവ് നിന്റെ അസ്ഥിയെ ബലപ്പെടുത്താൻ പോകുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ അസ്ഥിയെ ശക്തിപ്പെടുത്താൻ പോകുന്നു. നിന്റെ നടപ്പ് മാൻപേടകളെ പോലെ തുള്ളിയും ചാടിയും പാടിയും പുകഴ്ത്തിയും കൊണ്ട്. ഓഹോ യെസ്. ശത്രുവിന് നിന്നിൽ രക്ഷയില്ല എന്ന് പറയുമാറ് ദൈവത്തിന്റെ ചില പ്രോമിസ് വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ കരവർഷണം വെളിപ്പെടാൻ പോകുന്നു. വിടുതൽ വെളിപ്പെടാൻ പോകുന്നു. ശത്രുവിന് ദൈവ മക്കളിൽ രക്ഷയില്ല എന്ന് പറഞ്ഞ് നാണം നിമിത്തം അവൻ പിന്തിരിഞ്ഞു പോകുമാറ് ദൈവ മക്കളിൽ പരിശുദ്ധാത്മാവിന്റെ തൈലം വീഴുന്നു, പരിശുദ്ധാത്മാവിന്റെ പുതപ്പ് വീഴുന്നു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വീഴുന്നു. ഏറ്റെടുത്തോ. Glory. Manasiana Hamasio, real Kamane, Raganagadal Kanari, Vaidamana, Rival Probidimana Gadagasi, Habane, Vaidam, Managa, Ragane. ചില കടബാധ്യതകൾ പാരപ്പെടുന്ന ചിലരുടെ കടബാധ്യത മാറുന്നു. കടബാധ്യതകളിൽ നിന്ന് ഒരു ചേഞ്ച്, കടബാധ്യതയിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുന്നു. ചില കടബാധ്യതകളിൽ നിന്ന് ചില വ്യക്തികളെ പുറത്തു കൊണ്ടുവരുന്നു. കടഭാരത്താൽ ഭാരപ്പെടുന്ന സഹോദരി, നിന്റെ കടഭാരത്തിൽ നിന്ന് കഴിഞ്ഞ നാള് വരെ നീ പോയി ആരാധിച്ച് കിട്ടിയ സമ്പാദ്യം കടബാധ്യത. എന്നാൽ ഇപ്പോൾ നീ ഇരിക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാകയാൽ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് കർത്താവിന്റെ കണ്ണ് തുറന്നിരിക്കുകയും ചെവി ശ്രദ്ധിച്ചുമിരിക്കുന്നു. പലരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെ യേശുവിനെ അല്ലയോ പ്രസംഗിച്ചെന്ന്. യേശുവിനെ പ്രസംഗിച്ച നിന്റെ വീട്ടിൽ എങ്ങനെയാ സഹോദര വാത കയറിയത്? യേശുവിനെ പ്രസംഗിച്ച നിന്റെ വീട്ടിൽ എങ്ങനെയാ കടബാധ്യത കയറി പെരുവിയത്? യേശു ആർക്കും കടക്കാരനല്ലല്ലോ. ഹല്ലേലൂയ പറ. പ്രസംഗിക്കുന്ന ഏവനുമുണ്ട്, പക്ഷെ ദൈവത്തിന് ഇടം കൊടുത്താലേ കാര്യം നടക്കുകയുള്ളൂ. എല്ലാവരും പ്രസംഗിച്ചെന്ന് പറഞ്ഞ് യേശു വരണമെന്നില്ല. സ്തോത്രം. രാപകൽ വിശ്രമമില്ലാതെ പാപവും ചെയ്തിട്ട് പ്രസംഗിക്കുന്നവനുമുണ്ട്. ഹല്ലേലൂയ, ആമേൻ ആമേൻ. വിശുദ്ധന്മാരും പ്രസംഗിക്കുന്നു. അശുദ്ധിയെല്ലാം ചാരമാക്കി നിന്നെ തിളങ്ങുന്ന മുത്താക്കി മാറ്റാൻ യേശുവിന് കഴിയും. നല്ല കർത്താവിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. വായിക്കാൻ താഴ്ത്തു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും
എൻ്റെ മഹത്വവും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ അട്രാക്ഷൻ ആയാൽ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ഏറ്റെടുത്താൽ നിന്റെ തല ഉയർത്തും. നിന്റെ തല ഉയരും. എങ്ങനെ ഉയരും? ബഹുമാനത്തോടെ ഉയരും. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കുക. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കുക. എങ്ങനെ ഉയരും? ബഹുമാനത്തോടെ. ഹല്ലേലൂയ. ബഹുമാനത്തോടെ. അത് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നിന്റെ തല ഉയർന്നു നിൽക്കും. എവിടെ? സകല ജാതികൾക്കും ഇടയിൽ വച്ച് നിന്റെ തല ഉയർന്നു നിൽക്കും. ബഹുമാനത്തോടെ ഉയർന്നു നിൽക്കും. നീയോ യഹോവേ എൻ്റെ തല ഉയർത്തുന്നവനാകുന്നു. തല ഉയർത്തുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തല ഉയർത്തുന്ന കർത്താവ്. ചുടബല ഹടകവന ഗഡഗസിയ. ആമേൻ, 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 ആമേൻ. മറ്റൊരു ഹല്ലേലൂയ വാഗ്ദത്തങ്ങളിലേക്ക് ദൈവാത്മാവിൻ്റെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. തെക്കേ നാട്ടിലെ പ്രവാസികളെ മടക്കി വരുത്തി ദൈവത്തിൻ്റെ ചില പ്രവൃത്തി വെളിപ്പെടുത്തി. ഹല്ലേലൂയ, ആമേൻ. ഇടങ്കൈ വലങ്കൈ അറിയാതെ നടക്കുന്ന ചില ജാതികളുടെ ഇടയിലും ദൈവത്തിൻ്റെ വേല ചികച്ചെടുക്ക്, കർത്താവിൻ്റെ വേല എന്തെന്ന് ഹല്ലേലൂയ വെളിപ്പെടുത്തി, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ എന്തെന്ന് വെളിപ്പെടുത്തി ശുശ്രൂഷ ചെയ്യാൻ ചില അപ്പോസ്തലന്മാരെ, ചില നല്ല ഇടയന്മാരെ ഇതിനകത്തുനിന്ന് ദൈവം തെരഞ്ഞെടുക്കാൻ പോകുകയാണ്. ഓ, പ്രാർത്ഥിച്ചുകൊണ്ടിരെ. പ്രവചനത്തിൻ്റെ ആത്മാവിനാൽ ചിലർക്ക് ശുശ്രൂഷ ലഭിക്കാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. നെല്ലിക്കയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ആദ്യം അത് കൈക്ക്, രണ്ടാമത് മധുരിക, മൂന്നാമത് എനിക്ക്, പിന്നത്തതിൽ അത് പുറത്ത് കളയാൻ തോന്നത്തില്ല. കയ്പ് ആരംഭിച്ചപ്പോ അതിനെ പുറത്ത് കളയാൻ തോന്നി. അല്ലെങ്കിൽ ഒന്ന് മധുരിച്ചപ്പോ പുറത്ത് കളയാൻ തോന്നി ഇല്ല. അല്ലെങ്കിൽ മൂന്നാമത് നന്നായിട്ട് ഇനിച്ചപ്പോൾ പുറത്ത് കളയാൻ തോന്നിയില്ല. കല്ലേലിയ നെല്ലിക്ക പോലെ ശുശ്രൂഷയിൽ ഇറങ്ങി വന്നപ്പോ ആദ്യം നിനക്ക് കയ്പായി തോന്നി, അതിനെ പുറത്ത് കളയണമെന്ന് ആഗ്രഹിച്ചു. പെന്തക്കോസ് സുവിശേഷം എനിക്ക് വേണ്ട, പെന്തക്കോസിന്റെ വേല എനിക്ക് വേണ്ട, ഇത് ഇവിടെ വച്ച് ഞാൻ ഗുസ്തോപ്പിടാൻ പോകുന്നു, ഇതിനെ ഞാൻ ഇവിടെ വച്ച് വെറുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇതിനകത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം നിന്റെ തല ഉയർത്തുന്നവൻ ഇതിനകത്ത് പ്രസന്റ് ആയിട്ടുണ്ട്. നിന്റെ തല ഉയർത്തുന്നവൻ, നിന്റെ തല ഉയർത്തുന്നവൻ, നിന്റെ തല ഉയർത്തുന്നവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവനെ നീ സ്വീകരിക്കുക. ഹടകൾ പ്രവൃത്തി വേദിയാണ് ഘടകസ്യ ഘടകം മന രഗനം രഗനം ഘടകം ഘടകം ഉഠമാ രഗന ഘടകം വൈഡമാന ഘടകസ്യാന ഘടകം റീവൽ പ്രവൃത്തിയാന ഘടകമാന ഘടകസ്യ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഏതെല്ലെന്ന് പുറപ്പെട്ട നദി 4 ശാഖയായതുപോലെ ഇതിനകത്തൊന്ന് ചിലരെ ദൈവം വേലയ്ക്ക് വേണ്ടി 4 ദിക്കിലും അയക്കും. ചില യോർദാനെ നീ അടിക്കും, ചില യോർദാനിൽ നീ കാല് വയ്ക്കും. യെസ്, അത് നിന്റെ മുമ്പിൽ അടങ്ങും, അത് നിന്റെ മുമ്പിൽ പിരിഞ്ഞു മാറും. ചില ഹല്ലേലൂയ യോർദാൻ നിനക്ക് മതിലായി നിൽക്കും. ഉടബര ഹിടകസ്യ, നീ നടുക്കുകൂടി നടക്കും. പ്രാവശ്യോ പ്രാവശ്യോ പ്രാവശ്യോ. യെസ്, 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 യെസ്. ഓ, പോരാ, പോരാ, പോരാ. ഉടബര ഭക്സം വൈഡബന ഘടകസ് റീവൽ ഖമാന ഘടകൾക്ക് ഖമാ രഗന ഘടകസ് റീവൽ ഖമനം. വിട്ടുകൊടുത്ത് ആരാച്ചോ, വിട്ടുകൊടുത്ത് ആരാച്ചോ, വിട്ടുകൊടുത്ത് ആരാച്ചോ, ഫ്രീ ആയി ആരാച്ചോ. യെസ്, യെസ്. കണ്ണിനെ കെട്ടി യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. UK, കാനഡ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ലണ്ടൻ, ഹല്ലേലൂയ, സിംഗപ്പൂർ, ഇങ്ങനെ ചില രാജ്യങ്ങളിൽ ചില വേലക്കാരെ ഇതിനകത്തൊന്ന് കർത്താവ് എഴുന്നേൽപ്പിച്ച് അയക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധാത്മാവ് വ്യക്തികളെ ചൂണ്ടിപ്പറയുന്നു, ചൂണ്ടിപ്പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അന്യ രാജ്യങ്ങളൊന്നും വീട്ടിൽ ഒരു മാതയും കയറത്തില്ല, ഒരു മാതയും കയറത്തില്ല.
ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ പോയതുപോലെ ഒന്നും പേടിക്കണ്ട. ഹല്ലേലൂയ, ഒരു മാതയും കയറത്തില്ല സഹോദര. ഹല്ലേലൂയ, റൂറി ബാല ഹമാന ഹഡകൾ കനാരിയ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അന്നിയോടെ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിനോട് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. പാത എന്തെന്നും ഹല്ലേലൂയ അതിന്റെ അപ്പുറം എന്തെന്നൊക്കെ ഹല്ലേലൂയ നമ്മൾ നന്നായിട്ട് പഠിച്ച് വളർന്ന് അതിൽ നിന്നാണ് കർത്താവിനെ ഹല്ലേലൂയ ആമേൻ വേലക്കാരിയാക്കി കുടുംബത്തോടെ ദൈവം തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഈ പത്രോസ് പിടിച്ചെടുത്തതുപോലെ ഒരു വലിയ കൂട്ടത്തെ പിടിക്കാൻ മകനെ നിന്നെ തനിയായി വേലയ്ക്ക് ദൈവം ഇറക്കാൻ പോവുകയാണ്. ഉടമാ രഗനഗടകൾ കനാരിയ, ഇന്ന് നീ സഞ്ചരിക്കുന്ന വാഹനമല്ല നിന്റെതെന്നും ഉടമാ രഗനഗടകൾ കനാരി വൈഡമാനഘടകസിയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ വരുന്ന ലോക്കുകളെല്ലാം ഹല്ലേലൂയ എന്തോ ടക്കന സൗണ്ടുകൾ കൊണ്ട് അടയപ്പെടുന്നത് പോലത്തെ ഒരു വാഹനം. ഹാലേലൂയ, റീബൽ പ്രവിഡിയാന ഘടകൾ കനാരി, ദൂതന്മാർ സഞ്ചരിച്ചതുപോലത്തെ ചില വാഹനങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഈ തലമുറയുടെ മേൽ കൈമാറി. റീബൽ കമനഘടകൾ പ്രവിഡിയാന ഘടകസിയ ഉടമാ രഗനഘടകസിയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തികളോട് ഓ പ്രവചന ആത്മാവിൽ ഇടപെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ ഒരു സന്തോഷം നിന്നിൽ നിന്നും ചിലർ ആകർഷിക്കാൻ പോകുകയാണ്, ചിലർ നിന്നിൽ നിന്നും ആശ്രയിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കർത്താവിന് വേണ്ടി സകലതിനെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ നാളുകളിൽ വീണ്ടും ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ മുൻകോപം എന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ ഓ ഹല്ലേലൂയ ഉരശിക്കളഞ്ഞുകൊണ്ട് താണിരുന്ന നാളുകളിൽ കർത്താവിനെ സ്വീകരിക്കുമെങ്കിൽ ഒരു വലിയ കൺവെൻഷൻ പ്രാസംഗികനാക്കി സഭയും സംഘടനയും പറഞ്ഞ് പലരും അവരെ മാത്രം വിളിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ സഭാ സംഘടന വ്യത്യാസമില്ലാതെ സകല ജാതികൾക്ക് ശുശ്രൂഷ ചെയ്യാൻ, സകല ജാതികളെ ഉപദേശത്തിൽ കൊണ്ടുവരാൻ, സകല ജാതികളെ യേശുവിനെ നേടാൻ പുത്തൻ ഒരു ഉണർവിന്റെ അഭിഷേകം, പുത്തൻ വാഗ്ദത്തത്തോടുകൂടി ദൈവത്തിന്റെ അഭിഷേകത്താൽ പത്രോസ് പിടിച്ച് കയറ്റിയതുപോലെ ദൈവത്തിന്റെ വാഗ്ദത്തം ഇന്ന് പകൽക്കാലം ഈ തലമുറയുടെ മേൽ ദൈവാത്മ കൈമാറുകയാണ്. ദൈവത്തിന്റെ വായേ ദുഷ്ടനെ കൊല്ലുന്നവ. ചിലരുടെ നാവുകൾ ദൈവിക നാവായി മാറാൻ പോകുന്നു, ചിലരുടെ വായ് കർത്താവിന്റെ വായായി മാറാൻ പോകുന്നു. എല്ലാവരും എഴുന്നേറ്റാട്ട് നിങ്ങൾ ബൈബിൾ മാറ്റിവെക്കുക.